ബഹുമാനപ്പെട്ട ശൈഖുന കണ്ണിയത്ത് ഉസ്താദ് നമ്മുടെ തൊട്ടടുത്തല്ലേ? ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ശൈഖുന ചെറുശ്ശേരി ഉസ്താദ് നമ്മുടെ തൊട്ടടുത്തല്ലേ? നമ്മുടെ മഹാന്മാരായ നേതൃത്വം അൽഹംദുലില്ലാഹ് ഏറ്റവും അവസാനം സമസ്തയുടെ നേതൃത്വം യാത്ര പറഞ്ഞു പോയ കാസർകോട്ടെ മൊഗ്രാൽ ശൈഖുന UM ഉസ്താദ്, നമുക്ക് അത്ഭുതം തോന്നാറുണ്ട്. ഇവരൊക്കെ എങ്ങനെയാ മരിച്ചത്? നല്ല മാസം, നല്ല ദിവസം, നല്ല രാവ്, ഉദൂഹോടുകൂടെ പുഞ്ചിരിയോടുകൂടെ കലിമ ചൊല്ലിയിട്ട് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ സുജൂദിൽ കിടന്നിട്ട് നോമ്പ് നോറ്റിട്ട് ഇങ്ങനെ നല്ല മരണമല്ലേ ഈ സുന്നി നേതാക്കൾക്കൊക്കെ പറയാനുള്ളത്? ഇതിനാണ് നമ്മൾ സമസ്തക്കാരായത്, അതിനാണ് നമ്മൾ മൗലിദ് ഓതുന്നത്, ഹദ്ദാദ് ചൊല്ലുന്നത്, അതിനാണ് ഈ പുണ്യകർമ്മങ്ങളൊക്കെ നിലനിർത്തി പോരുന്നത്. ഇതിനെതിരാകുന്ന കാര്യങ്ങൾ വരുമ്പോ നമുക്കതിൽ വേദനയുണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജുഴലി മൗലവി എന്ന വഹാബി പുരോഹിതനാണ് പറഞ്ഞത് ഈ പള്ളികളൊക്കെ അമ്പലങ്ങളാണ്. 10,000-കണക്കിന് പള്ളികൾ കേരളത്തിലുണ്ട്, സുന്നികളുടെ പള്ളി, ഇതൊക്കെ അമ്പലങ്ങളാണ്. ഈ പള്ളിയിലെ ഇമാമുമാരൊക്കെ പൂജാരിമാരാ. എന്തേ കാരണം? അവിടെ കുത്തുബിയത്ത് ചൊല്ലുന്നു എന്നാ വിഷയം. ഇവർക്ക് കുത്തുബിയത്ത് പറ്റൂല, ഹദ്ദാദ് പറ്റൂല, മൗലിദ് പറ്റൂല, റാത്തീബ് പറ്റൂല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ വിശുദ്ധമായ ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും എതിരായി വരുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കും. ഇത് സമസ്തയുടെ രീതിയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, 1965 ശൈഖുന ഖുത്ബി ഉസ്താദ് സമസ്തക്ക് കത്ത് കൊടുത്തയക്കാണ്. ഖുത്ബി ഉസ്താദിന്റെ അവസാന കാലഘട്ടമാണ്, മുശാവറ അംഗമാണ്, പക്ഷേ യോഗത്തിന് വരാൻ വയ്യ, ക്ഷീണിതനാണ്. കത്ത് കൊടുത്തയച്ചു. സമസ്തയുടെ പ്രസിഡന്റ് മഹാനായ ശൈഖുന കണ്ണിയത്ത് ഉസ്താദാണ്, ജനറൽ സെക്രട്ടറി ശംസുൽ ഉലമയാണ്. 65 കത്ത് കൊടുത്തയച്ചു. കത്തിൽ എഴുതിയത് എന്താ? വളരെ അടിയന്തരമായി തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ചും നൂർഷാ ത്വരീഖത്തിനെ കുറിച്ചും പഠനം നടത്തിയിട്ട് അതിന്റെ അപകടം പൊതുസമൂഹത്തെ, ജനങ്ങളെ അറിയിക്കണം. കാരണം കുത്തുബി തങ്ങൾ പഠിച്ചിട്ടുണ്ട്, തബ്ലീഗ് ജമാഅത്ത് തെറ്റാണ്, അപകടമാണ്. നൂർഷാ ത്വരീഖത്ത് തെറ്റാണ്, അപകടമാണ്. കത്ത് വായിച്ചു. 5 അംഗ സമിതിയെ നിയോഗിച്ചു. അവര് പഠന റിപ്പോർട്ട് സമർപ്പിച്ചു. തബ്ലീഗ് ജമാഅത്ത് ബിദഈ സംഘടനയാണ് സമസ്ത പ്രഖ്യാപിച്ചു. അതിന്റെ പേരിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. മുശാവറയിൽപ്പെട്ട ആളുകൾ വരെ അഭിപ്രായ വ്യത്യാസത്തിലായി. കാരണം ഇവർക്ക് നല്ല സാധുക്കൾ, വലിയ കെട്ട്, വാലി, പോക്കറ്റിൽ അറാക്കിന്റെ കൊള്ളി, അത്തറും കുപ്പി, നല്ല ജുബ്ബ, എപ്പോഴും നിസ്കാരം, നോമ്പ്, എപ്പോഴും സുന്നത്ത് നിസ്കാരം, ഖുർആനോത്ത്, എപ്പോഴും പള്ളിയിൽ, പോസ്റ്ററില്ല, കൊടികട്ടലില്ല, സമ്മേളനമില്ല, പ്രചരണമില്ല, റാലിയില്ല, ഒന്നുമില്ല. ഇത്ര നല്ല മനുഷ്യന്മാരെ വിദേഹത്ത് നിന്ന് പ്രഖ്യാപിക്കുമ്പോൾ അത് വലിയ അപകടമല്ലേ? ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. പല ആളുകളും സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നീട് ബോധ്യപ്പെട്ട ആളുകൾക്കൊക്കെ പല ആളുകളും തിരിച്ചു വന്ന് വേറെ കാര്യം. അതിന്റെ പേരിലാണ് അഖില കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടായത്. നമുക്ക് ചരിത്രം അറിയാം. വാണക്കാട് സയ്യിദ് PMS പൂക്കോയ തങ്ങൾ സമസ്തയുടെ കൂടെ നിന്നു. തബ്ലീഗ് ജമാഅത്തുകാർ ആയിരക്കണക്കിനുണ്ട്. അവര് തലേക്കെട്ട് വാല് നീളം കൂടെ ഉള്ളവരാണ്. അതോടൊപ്പം സുന്നത്തുകൾ ചെയ്യുന്ന നല്ല ആളുകളാ. അവരെ നമുക്ക് അവഗണിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് അവരുടെ കൂടെ നിന്നില്ല. സമസ്തയുടെ കൂടെ ഉറച്ചു നിന്നു പാണക്കാട്ട് PMS പൂക്കോയ തങ്ങൾ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഓരോ നിർണായക തീരുമാനങ്ങൾ വന്നപ്പോ MES-നെതിരെ സമസ്ത തീരുമാനിച്ചു. MES നല്ല വിദ്യാഭ്യാസ സംവിധാനമല്ലേ? ചിന്തിച്ചു നോക്കി, ഇത്ര എഞ്ചിനീയറിംഗ് കോളേജ്, മെഡിക്കൽ കോളേജ്, വിദ്യാഭ്യാസ സ്ഥാപനം. സമസ്ത എന്തിന്റെ പേരിലാണ്? ഇസ്ലാമിക വിരുദ്ധമായ, ശരീഅത്ത് വിരുദ്ധമായ, ദീനി വിരുദ്ധമായ, സുന്നി വിരുദ്ധമായ കാര്യങ്ങൾ അഭിപ്രായം പറഞ്ഞപ്പോ സമസ്ത ശംസുൽ ഉലമ അവർക്കെതിരെ തീരുമാനം പ്രഖ്യാപിച്ചു. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ സമസ്തയുടെ തീരുമാനം മുസ്ലിം ലീഗിന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ കൊണ്ടുപോയി അവതരിപ്പിച്ചു. MES-നെതിരെ മുസ്ലിം ലീഗും തീരുമാനം പ്രഖ്യാപിക്കുകയാണ്. വലിയ വിദ്യാഭ്യാസ സംവിധാനമാണ് അത്. ഈ ഉമ്മത്തിന് ആവശ്യമാണ്. ഭാവിയിൽ മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും വിദ്യാഭ്യാസം വേണം. അതുകൊണ്ട് നമ്മൾ മിണ്ടാതിരിക്കണ്ട എന്ന് പോലും അല്ല പറഞ്ഞത്. ഇതായിരുന്നു നമ്മുടെ നിലപാട്. ആലുവ ത്വരീഖത്തിനെതിരെ സമസ്ത തീരുമാനമെടുത്തു. ശിഹാബ് തങ്ങളുള്ള കാലം, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ഉമർ അലി ശിഹാബ് തങ്ങളുള്ള കാലം, ശിഹാബ് തങ്ങള് വളാഞ്ചേരിയിലെ ജീലാനി പള്ളിയിൽ പല പരിപാടികൾക്കും പോയിരുന്നു. ആലുവ ത്വരീഖത്തിന്റെ പരിപാടിക്ക്. കാരണം ആലുവ ത്വരീഖത്തിലുള്ള പല ആളുകളും സമസ്തയിലുണ്ടായിരുന്നു. മുശാവറയിൽപ്പെട്ട ആളുകൾ വരണ്ടായിരുന്നു. പക്ഷേ സമസ്ത തീരുമാനം പ്രഖ്യാപിച്ചപ്പോ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ബഹുമാനപ്പെട്ട ഉമർ അലി ശിഹാബ് തങ്ങളും ഒക്കെ സമസ്തയുടെ കൂടെ നിന്നു. കാരണം സമസ്ത ദീനാണ്, സുന്നത്ത് ജമാഅത്താണ്. അവര് വെറുതെ ഒരു കാര്യം പറയൂല.
ഒരു കാര്യം ഉറച്ച നിലപാടോട് പറയും, അങ്ങനെയല്ലേ അതിന്റെ പാരമ്പര്യം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സമസ്ത എന്ത് കാര്യം തീരുമാനിച്ചാലും ചരിത്രം അങ്ങനെയാണ്. ഇപ്പോ ചെറിയ ഭിന്നതകളോ അഭിപ്രായ വ്യത്യാസത്തിനൊക്കെ ഒരു കാരണം ഉണ്ടായത് എന്താ? CIC-ക്കെതിരെ സമസ്ത തീരുമാനം പ്രഖ്യാപിച്ചു. ഞാൻ നീട്ടി പറയല്ല. ഒരു കാര്യം മനസ്സിലാക്കണം, CIC-ക്കെതിരെ സമസ്ത ആദ്യം കടന്നെടുത്ത് തീരുമാനം ഉണ്ടാക്കിയതല്ല, മറിച്ച് ആദ്യം CIC സമസ്തയെ ഒഴിവാക്കി. അതല്ല ഉണ്ടായത്. ഒരു കാര്യം നിങ്ങൾ ഒറ്റ ഉദാഹരണം മനസ്സിലാക്കിയാൽ മതി. 2004-ൽ CIC-യുടെ ഭരണഘടന സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തു. പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഒപ്പിട്ട് കൊടുത്തിട്ടുള്ളത്. CIC ഭരണഘടനയിലെ ഒന്നാമത്തെ ലക്ഷ്യം എന്താണ്? കോഴിക്കോട് ഫ്രാൻസിസ് റോഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ആശയങ്ങളും ആദർശങ്ങളും തീരുമാനങ്ങളും അനുസരിച്ചുള്ള മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക. 2022-ൽ ഭരണഘടനയിൽ നിന്ന് സമസ്തയെ വെട്ടി CIC-ക്കാര് സമസ്തയുമായി ഒരു ബന്ധവുമില്ലാത്ത വിധം ഭരണഘടന ഭേദഗതി ചെയ്തു. സമസ്തയുടെ പ്രസിഡന്റ് ഉപദേശക സമിതിയിൽ ഉണ്ടായിരുന്നു. അത് കേവലം മുഷാവറയിൽ ഏതെങ്കിലും ഒരു പ്രതിനിധിയാക്കി മാറ്റി സമസ്തയുടെ പ്രസിഡന്റിനെ വെട്ടിമാറ്റി. സമസ്തക്ക് പറ്റാത്ത 3-ലധികം ഭേദഗതികൾ ഭരണഘടനയിൽ വരുത്തിയിട്ട് സമസ്തയെ ആദ്യം ഭരണഘടനയിൽ നിന്ന് വെട്ടിമാറ്റി തലാഖ് ചൊല്ലിയത് CIC-ക്കാരാണ്. ഇന്ന് 2022-ൽ സമസ്ത നടപടി സ്വീകരിച്ചില്ലല്ലോ, സമസ്ത അവരെ പുറത്താക്കിയില്ലല്ലോ. നിരന്തരമായ ചർച്ചകളും മസ്ലഹത്ത് ചർച്ചകളും ഒക്കെ ആയി മുന്നോട്ട് പോയി. അതൊന്നും അനുസരിക്കാതെ വന്നപ്പോഴല്ലേ സമസ്ത നടപടി സ്വീകരിച്ചത്. ഞാൻ വിശദീകരിക്കുകയല്ല. 4-5 മണിക്കൂർ പറഞ്ഞാൽ തീരാത്ത നാൾവഴികൾ സമസ്തയും CIC-യും തമ്മിലുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് സമസ്തക്ക് പിഴവ് പറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കും. ആർക്കാ പറയാൻ കഴിയാ? ഈ കാര്യത്തിൽ സമസ്തക്ക് പഴിച്ചു എത്ര കത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കത്തടപാടുകൾ, എത്ര മീറ്റിങ്ങുകൾ, യോഗങ്ങൾ. അടിസ്ഥാനപരമായ കാരണം എന്താണ്? ചില ആളുകൾക്ക് അതൊരു അസൂയ കൊണ്ടാണ്. എന്തിനാ സമസ്തക്ക് അസൂയ? സമസ്തയുടെ കീഴിൽ വിദ്യാഭ്യാസ സംവിധാനം പടർന്നു പന്തലിച്ചാൽ അത് സമസ്തയുടെ കൂടെ നിൽക്കണം, അതല്ലേ സമസ്ത ആഗ്രഹിക്കുക. അവർ പുറത്താക്കുവോ? അത് അസൂയയാണോ? എന്തിനാണ് സമസ്ത നടപടി സ്വീകരിച്ചത്? കാരണം ഇതിന്റെ ആളുകൾക്ക് സുന്നത്ത് ജമാഅത്തിലെ ചില വീര്യത്തിലെ കുറവുകളും അപകടങ്ങളും മണത്തറിഞ്ഞു സമസ്ത. ചില സാമ്പിളുകൾ പറഞ്ഞാല് ഈ ചുഴലി മൗലയുടെ ഒക്കെ തന്നെ വാദം, ഖുത്ബിയത്തിനെതിരായ വാദം, യാ ഗൗസു യാ മുഹിയുദ്ദീൻ എന്ന 1000 വട്ടം ചൊല്ലുന്നതിനെതിരെ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുക. അതോടൊപ്പം തന്നെ ത്വരീഖത്ത്, ബൈഅത്ത്, ഖുത്ബ്, ഗൗസ്, മുരീദ്, ശൈഖ് ഇതൊന്നും ദീനിലില്ല എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. പുസ്തകങ്ങളിൽ സുന്നി വിരുദ്ധമായ ആശയങ്ങൾ കടന്നുകൂടിയിരുന്നു, നിഷേധിക്കാൻ കഴിയൂല. പല പുസ്തകങ്ങൾ സയ്യിദ് ഖുത്ബിന്റെ, അതേപോലെ വേറെ ഫിഖ്ഹുൽ മുയസ്സർ പോലെയുള്ള, അത് മാറിപ്പോയിട്ടൊന്നുമല്ല, ഇന്ന് അങ്ങനെ പ്രചരിപ്പിക്കുന്ന വേറെ ഫിഖ്ഹുൽ മുയസ്സറ. ഈ വഹാബിസം ഉള്ള ഫിഖ്ഹുൽ മുയസ്സർ തന്നെ സിലബസിൽ പഠിപ്പിച്ചിരുന്നു നേരത്തെ. ഇപ്പൊ ഉണ്ടോ എന്നുള്ളതല്ല, സമസ്ത അതല്ലേ പറഞ്ഞു, നേരത്തെ ഉണ്ടായിരുന്നു എന്നല്ല പറഞ്ഞത്. സിലബസിൽ മാറ്റം വരുത്തണം സമസ്ത പറഞ്ഞു. അവരുടെ കമ്മിറ്റിയിൽ സമസ്തയുടെ നടപടികൾ, സമസ്തയുടെ ഇടപെടലുകൾ സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ സമസ്തക്ക് ഒപ്പിട്ട് നൽകി. രേഖ നമ്മുടെ കയ്യിലുണ്ട്, ഇപ്പൊ വായിക്കാൻ സമയമില്ല. സ്വാദിഖ് അലി തങ്ങൾ പറഞ്ഞു സമസ്ത എല്ലാ സ്ഥാപനങ്ങൾക്കും 20-ലധികം നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് CIC സ്ഥാപനങ്ങളും പാലിക്കണം. സമസ്ത നിയോഗിക്കുന്ന നിശ്ചിത ആളുകൾ CIC-യിൽ ഉണ്ടാവണം. ഇതൊക്കെ സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ എഴുതി ഒപ്പിട്ട് കൊടുത്തതാ. എന്നിട്ട് എന്തേ ഇതിന്റെ അതിനേക്കാൾ തങ്ങളെ ഓവർടേക്ക് ചെയ്ത കുറെ ആളുകൾ അത് അംഗീകരിക്കാതെ പോയത്? തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും ഉൾപ്പെടെ മധ്യസ്ഥന്മാർ 9 തീരുമാനങ്ങൾ എടുത്തു. എന്താ ഇവർ അംഗീകരിക്കാതെ മാറ്റിവെച്ചത്? ധിക്കാരത്തോടുകൂടെ മുന്നോട്ട് പോയി. ഞാൻ അവസാനിപ്പിക്കട്ടെ, കാരണം ഇവരുടെ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ്. ഇപ്പോ മുമ്പ് തബ്ലീഗ് ജമാഅത്തിനെ മനസ്സിലാക്കാത്തവർ പിന്നെ മനസ്സിലാക്കി, ആലുവ തരീഖത്തിനെ അന്ന് മനസ്സിലാക്കാത്തവർ പിന്നെ മനസ്സിലാക്കി, സമസ്ത മാറ്റി നിർത്തിയ പല കള്ളത്തരീഖത്തുകൾ അന്ന് മനസ്സിലാക്കാത്തവർ പിന്നെ മനസ്സിലാക്കിയതുപോലെ ഇനി മനസ്സിലാക്കും. കാരണം അത് തുടങ്ങിക്കഴിഞ്ഞില്ലേ. ചില ഉദാഹരണങ്ങൾ ഇപ്പൊ പറഞ്ഞു. പുതിയ അധ്യയന വർഷം സുന്നികളെ മാത്രമല്ല എല്ലാ കുട്ടികളും ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരിക്കും സങ്കര സംസ്കാരം? ഒരു മുജാഹിദ് കുടുംബത്തിൽ നിന്ന്, ഒരു ജമാഅത്ത് കുടുംബത്തിൽ ഒരു കുട്ടി പഠിക്കാൻ വന്നു, മറ്റേ കുട്ടികൾ കുറച്ച് ആളുകൾ സുന്നികള്. ഒരു ആദർശം നമുക്ക് അഭിമാനമല്ലേ ഉള്ളത്? നമ്മുടെ ജാമ്യയിലാണെങ്കിലും ഓരോ സ്ഥാപനത്തിലും സുന്നികളായ പോരാ, സമസ്തക്കാരാണ് തെളിയിക്കുന്ന SKSF-ന്റെ കത്ത് വേണം, ചേരാനും വേണം, സനത് വാങ്ങാനും വേണം. ദാറുൽ ഹുദയിലൊക്കെ ചേരുമ്പോൾ 5ാം ക്ലാസ് സമസ്തയുടെ പൊതുപരീക്ഷ സർട്ടിഫിക്കറ്റിന്റെ പാസ്സാവണം, വേറെ പറ്റൂല.
ഈ സമസ്തക്കാരാവണം കുട്ടികൾ, അതല്ലേ നമ്മുടെ നിലപാട്. ഇപ്പൊ ഇവര് പറയും എല്ലാവരും ഒരു സങ്കര സംസ്കാരത്തിലേക്ക് കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ CISയുടെ വലിയ അപ്പോസ്തലൻ പറഞ്ഞു ഞങ്ങൾ ക്വാളിറ്റി വിദ്യാഭ്യാസമാണ്, ഞങ്ങൾക്ക് അതിനപ്പുറം ഒന്നുമില്ല, ക്വാളിറ്റി മതി. എന്താ ക്വാളിറ്റി? ഈ ക്വാളിറ്റിയുടെ മാനദണ്ഡം എന്താ? വിദ്യാഭ്യാസത്തിൽ ഏറ്റവും വലിയ ക്വാളിറ്റി പറയണം. മലപ്പുറം ജില്ലയില് നദന്യാഹു ഒരു സ്കൂൾ തുടങ്ങാൻ ഞങ്ങൾ കുട്ടികളെ അവിടെ കൊണ്ടുപോയി ചേർക്കും. ഇല്ല കൂട്ടരെ, ഞങ്ങൾ ചേർക്കൂല, നിങ്ങൾ ചേർത്തോ. നദന്യാഹുവിന്റെയും അതേപോലെ ഡൊണാൾഡ് ട്രംപിന്റെയും അവരുടെ സാമ്രാജ്യത്വത്തിന്റെ എത്ര ടൈ വില കൂടിയതാണെങ്കിലും കോട്ടിന്റെ വലിപ്പമുണ്ടായാലും എന്ത് ഇംഗ്ലീഷ് ഫ്ലുവന്റായി ഒഴുക്കി വിട്ടാലും ശരി, അവരുടെ സ്കൂളിൽ മലപ്പുറത്തെ കുട്ടികളെ കൊണ്ടു ചേർക്കാൻ നിങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ ഈ ഉമ്മത്ത് തയ്യാറാവൂല. അതല്ല ക്വാളിറ്റി. ക്വാളിറ്റി അമേരിക്കയിലാണ്, ക്വാളിറ്റി അത് ഇസ്രായേലിലാണ്. ഈ ചിന്തയാണ് നിങ്ങളെ നശിപ്പിച്ചത്. ആ ക്വാളിറ്റി അല്ല ഉമ്മത്തിന് വേണ്ടത്. ഇവിടെ ദീൻ വേണം, ഇവിടെ വിദ്യാഭ്യാസം വേണം. ഇവിടെ ഗഫൂർ അൻവരിയുടെ ഒരു മുത്താലിമി പള്ളി ദർസിൽ പഠിച്ചത് അമേരിക്കയിൽ പോയി പ്രബന്ധം അവതരിപ്പിച്ചത്. ഒരു സമന്വയ സ്ഥാപനത്തിലും പഠിച്ചിട്ടില്ല, ഒരു അറബി കോളേജിലും പഠിച്ചിട്ടില്ല. ഷെരീഫ് നിലാമി എന്ന് പറയുന്ന കുട്ടി ഈ മുദരിസുമാരെ ദർസിൽ പഠിച്ച അമേരിക്കയിൽ പോയി പ്രബന്ധം അവതരിപ്പിച്ച് പ്രസംഗിച്ചു. യോഗ്യരായ മക്കൾ ഇവിടെയുണ്ട്, നല്ല വിദ്യാഭ്യാസമുള്ള ഇംഗ്ലീഷ് ഫ്ലുവന്റായി സംസാരിക്കുന്ന PGയും ഡിഗ്രിയും PhDയും ഒക്കെ ഉള്ള മക്കളുണ്ട്, സമസ്തയുടെ കീഴിലുണ്ട്. അതിനുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങളുണ്ട്. ഫദീല എന്തൊക്കെ സംവിധാനങ്ങൾ, ജൂനിയർ കോളേജുകൾ, മറ്റുള്ള ദേവാ സ്ഥാപനങ്ങൾ, അവരൊക്കെ ആഗ്രഹിക്കേണ്ടത് സമസ്തയുടെ കീഴിൽ. അതൊരു അഭിമാനമല്ലേ നമുക്ക്? എന്തിനാ ഈ ഓവർടേക്ക് അത് പുറത്തു ചാടുന്നത്? സമസ്തയുടെ കീഴിലാവണ്ടേ, അതല്ലേ വേണ്ടത്? ഞാൻ അവസാനിപ്പിക്കട്ടെ. നമ്മുടെ മദ്രസകളൊക്കെ സമസ്തയുടെ കീഴില്ല, നമ്മുടെ പള്ളികളൊക്കെ സമസ്തയുടെ കീഴില്ല. ഇപ്പൊ സയ്യിദുൽ ഉലമ പറഞ്ഞു സമസ്തയുടെ കീഴിലെ മഹല്ലുകളെയൊക്കെ വിളിച്ചു ചേർക്കും, ബഹുമാനപ്പെട്ട സമസ്തയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്യണം. ഇത് പറഞ്ഞ ഉദ്ദേശം എന്താ? സമസ്തയുടെ കീഴിലല്ല. നിങ്ങൾ നോക്ക്, നമ്മുടെ സമസ്ത ഉണ്ടായതിനു ശേഷം വന്ന പള്ളികളുടെ ഒക്കെ ആധാരം, മദ്രസകളുടെ ആധാരത്തിൽ എഴുതി വെച്ചു സമസ്തയുടെ കീഴിലാ. ഭരണഘടനയിലൊക്കെ എഴുതി വെച്ചു സമസ്തയുടെ കീഴിലാ. 10,000-ലധികം വരുന്ന മദ്രസകൾ സമസ്തയുടെ കീഴിലാണ് എന്ന് ആധാരത്തിലും ഭരണഘടനയിൽ എഴുതി വെച്ചതാ. വേറെ ഒരു സംഘടനക്കും ദീനീ സ്ഥാപനങ്ങളിൽ, മദ്രസകൾ, പള്ളികളിൽ, നമ്മുടെ അറബി കോളേജുകളിൽ ഒന്നും അധികാരമില്ലല്ലോ. എല്ലാ അറബി കോളേജിന്റെ ഭരണഘടനയിലും ആധാരത്തിലും സമസ്തയുടെ കീഴിൽ. അത് നമുക്ക് അഭിമാനമല്ലേ? ഇവർക്ക് ആദ്യം ഉണ്ടായ അസുഖം ഹൈദർലി തങ്ങളുടെ കാലത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ വാഫി സർട്ടിഫിക്കറ്റിൽ തഹത്ത ഇസ്രാഫി സമസ്ത കേരള ജമിയത്തുൽ എഴുതാൻ മടി കാണിച്ചു. തങ്ങൾ അത് എഴുതണമെന്ന് പറഞ്ഞു. ഹൈദർലി തങ്ങള് സമസ്ത നേരിട്ട് ഇതിൽ ഇടപെടുന്നതിന് മുമ്പ് അതൊക്കെ കഴിഞ്ഞുപോയ ചരിത്ര, ഞാൻ നീട്ടുകയല്ല. അതുകൊണ്ട് എല്ലാവർക്കും കാര്യം പിന്നീട് മനസ്സിലാകും. സമസ്തയായിരുന്നു ശരി. സമസ്തയുടെ 100 കൊല്ലത്തെ ഒരു തീരുമാനവും തെറ്റായിട്ടില്ല, ഒരു പ്രമേയവും തെറ്റായിട്ടില്ല. ഇന്ന് സമസ്തക്ക് തെറ്റി, സമസ്തക്ക് പഴച്ചു, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, തീരുമാനിക്കാൻ പാടില്ലായിരുന്നു, അത് തെറ്റായി പോയി. CISക്കെതിരെ പറയാൻ പാടില്ലായിരുന്നു, അതിങ്ങനെ തീരുമാനിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്ന ആളുകളെ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ഇന്നല്ലെങ്കിൽ നാളെ അതൊക്കെ തിരിച്ചറിവുണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് സമസ്തയുടെ കീഴിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇൻഷാ അല്ലാഹ് നമ്മൾ എന്തൊരു ആവേശം അറിയോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ സമ്മേളന നഗരി, ഞാൻ നേരത്തെ അപ്പോജിനോട് പറഞ്ഞു, അപ്പോജി നമ്മുടെ സമ്മേളന നഗരി അവിടെ സ്ഥലം തികയോ എന്നുള്ള ബേജാറുണ്ട് എന്ന് പറഞ്ഞു. കാരണം എന്താ, എവിടെ പോയാലും ഞങ്ങളൊക്കെ ഇങ്ങനെ കർണാടകയില്, അതേപോലെ കാസർഗോഡ് ജില്ലയില്, ഓരോ ജില്ലയിൽ ഓരോ പ്രചരണ പരിപാടികൾക്ക് പോകുമ്പോ അവിടെ പങ്കെടുക്കുന്ന ആളുകൾ, സയ്യിദുൽ ഉലമയുടെ യാത്രയിൽ കാണുന്ന ആളുകൾ, ഓരോ ദിവസവും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ട്, ഇപ്പൊ ക്യാമ്പ് അംഗങ്ങൾ 33,313 എന്ന് പറഞ്ഞാൽ അതിലധികമായി. ഇവരെയൊക്കെ വിളിച്ചു, ഓരോരുത്തരെ വിളിച്ചു. ഇത് മുമ്പത്തെ പഴയ പോലത്തെ ബാഗും തൂക്കി കിടന്നുറങ്ങാൻ പോണ ക്യാമ്പല്ല, അത് മനസ്സിലാക്കണം. ഈ 33,313 ആളുകളോട് ഓരോ ദിവസം ഓരോ ടാസ്കുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുന്നത്? അവരുടെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ലീഡർമാരുണ്ട്, 2 ഉപലീഡർമാരുണ്ട്. അത് ചെയ്തോന്ന് ചോദിക്കാണ്, ഉറപ്പുവരുത്താണ്. അവരോട് പറഞ്ഞു നിങ്ങൾ എല്ലാവരും ഒരു ഭക്ഷണ കിറ്റ് ഏതെങ്കിലും സാധുവിന് കൊടുക്കണം ക്യാമ്പിന് വരുന്നതിന് മുമ്പ്. ചില ആളുകൾ പറഞ്ഞു ഞാൻ 1 അല്ല 100 കിറ്റ് കൊടുക്കാണ്.
ഒരു ക്യാമ്പ് അംഗം ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ എന്റെ വീട്ടിൽ വെച്ച് 100 കിറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു, നിങ്ങളൊന്ന് വരുമോ എന്ന് ചോദിച്ചു. ഒരു നിർദ്ദേശം കിട്ടിയത് 33,313 ആളുകള് ഒരു 10 റുപ്യയുടെ, ഇനി ഒരു കഴിവില്ലാത്തവനാണെങ്കിൽ 10 റുപ്യക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാലോ, അല്ലെ 100 രൂപയുടെ എത്രയാ കഴിയാ ഒരു ഭക്ഷണ കിറ്റ് ഒരു സാധുവിന് കൊടുക്കണം. സ്വതക്കയുടെ സുന്നത്തുകളൊക്കെ പാലിച്ചു കൊടുക്കണം. അതൊക്കെ ഫേസ്ബുക്കിൽ ഫോട്ടോ വിടാനല്ല. രണ്ടാമത്തെ ടാസ്ക് പറഞ്ഞ് ഏതെങ്കിലും രോഗിയെ സന്ദർശിക്കണം, രോഗ സന്ദർശനത്തിന്റെ മര്യാദകളൊക്കെ പാലിക്കണം. ഇന്നലെ പറഞ്ഞു സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ ആണ്ടിന്റെ ദിവസമാണ് ഇന്നലെ. അള്ളാഹു മഹാനുഭാവന്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. നമ്മുടെ നേതാവ് 10 കൊല്ലം മുമ്പ് 100ാം വാർഷികം പ്രഖ്യാപിച്ച ആറ്റപ്പൂ, ആ ആറ്റപ്പൂവിന്റെ ഹദറത്തിലേക്ക് 33,313 ആളുകൾ വേറെ യാസീനോദനം വെറുതെ വാട്സപ്പിൽ വോയിസ് വിടലല്ല, അത് ഓതി എന്ന് ഉറപ്പുവരുത്തുകയാണ് അവരുടെ മെന്റർമാർ, ലീഡർമാർ. ഇന്ന് കൊടുത്ത ടാസ്ക് എന്താണ്? വിദ്യാഭ്യാസ രംഗത്ത് ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഒരു പാഠപുസ്തകം വാങ്ങിക്കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ബാഗ് വാങ്ങിക്കൊടുക്കണം, അല്ലെങ്കിൽ മദ്രസയിലെ പാഠപുസ്തകം, അല്ലെങ്കിൽ സ്കൂളിലെ പാഠപുസ്തകം. വിദ്യാഭ്യാസ രംഗത്ത് എന്തെങ്കിലും ഒന്നും കഴിയാത്ത ഒരു പെൻഷനെങ്കിലും വാങ്ങിക്കൊടുക്കണം. ഇങ്ങനെയുള്ള ഓരോ ടാസ്കുകൾ കൊടുക്കുകയാണ്. ഇവര് അവിടെ വന്ന് ഇൻഷാ അല്ലാഹ് തഹജ്ജുദ് നിസ്കരിക്കും, വിത്ർ നിസ്കരിക്കും, ദുഹാ നിസ്കരിക്കും. 33,313 യാസീനോദും 3,313 ഖത്തം തീർക്കും, ഹദ്ദാദ് ചൊല്ലും. ഇങ്ങനെയുള്ള ക്യാമ്പാ. ഞാൻ ഇന്ന് അഷ്റഫിനെ വിളിച്ച് ഒരു റെക്കമെൻഡ് നടത്തി നോക്കി, പക്ഷെ നടന്നില്ല. കാരണം ചില ആളുകൾ ക്യാമ്പിൽ ചേർക്കൊണ്ട് വെച്ചിട്ടുണ്ട്, ഒരു നിവൃത്തിയില്ല എന്നാ പറഞ്ഞു. എന്താ ചെയ്യാ? ക്ലോസ്ഡ്. ഇനി ഒരാളെ ഇതിനിടയിൽ എല്ലാരും വിളിച്ചു നമ്മുടെ കുട്ടികള്. അപ്പൊ ചിലതൊക്കെ രോഗാണ്, ഉമ്മാക്ക് സുഖമല്ല, എനിക്ക് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 2000 വേക്കൻസി വന്നു. ആ 2000 ആളുകളെ വെയിറ്റ് ലിസ്റ്റ് എടുത്തു, പൂർത്തിയായി. ഇപ്പൊ പിന്നെ അവസാനം തീരുമാനം എന്താണ്? ഇനി അങ്ങനെ രജിസ്റ്റർ ചെയ്യാത്ത ആളുകളെ ബാക്കിൽ ഇൻഷാ അല്ലാഹ് അവർക്ക് ഇരിക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കും. ക്യാമ്പ് അംഗങ്ങളുടെ ആനുകൂല്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു ക്യാമ്പ് റെക്കോർഡ് ആയിരിക്കുമെന്ന് മനസ്സിലാക്കണം. ഒരുപക്ഷെ ഗിന്നസ് ബുക്കിന് അപേക്ഷ കൊടുത്താൽ 3 ദിവസം റെസിഡൻഷ്യൽ ക്യാമ്പ് ലോകത്ത് നടന്നത് ഇത്രയേറെ ആളുകൾ പങ്കെടുത്ത ക്യാമ്പ് ഉണ്ടായിട്ടില്ല. പിന്നെ സമസ്ത പിന്നെ അതിനൊന്നും അപേക്ഷ കൊടുക്കാറില്ല. ഇനി ആരെങ്കിലും ഒക്കെ സമസ്തക്ക് വേണ്ടി അപേക്ഷ കൊടുത്താൽ അത് ഗിന്നസ് റെക്കോർഡായിരിക്കും. സമസ്തയുടെ ക്യാമ്പ്, സമസ്തയുടെ മഹാസമ്മേളനം, ഇതൊരു ചരിത്രമാണ്. ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെട്ടു, സയ്യിദുൽ ഉലമയുടെ യാത്രയിൽ ആരായിരുന്നു ആ സദസ്സിൽ? ഇതൊക്കെ 100 കൊല്ലം പഴകിപ്പൊളിച്ച ഒരു സംഘടനയാണ്. കുറെ മൊല്ലാക്കന്മാരുടെ, കുറെ പ്രായമുള്ള കാരണവന്മാരുടെ എന്ന് മനസ്സിലാക്കിയ നിങ്ങൾക്ക് തെറ്റി. സയ്യിദുൽ ഉലമയെ കന്യാകുമാരി മുതൽ മംഗലാപുരം വരെ സ്വീകരിക്കാൻ വന്നത് ചുറുചുറുക്കുള്ള ചുണക്കുട്ടികളായിരുന്നു. വിദ്യാഭ്യാസമുള്ളവർ. തങ്ങൾ ഉസ്താദിന്റെ കൂടെ ജോലി ലീവാക്കിയിട്ട് എത്ര ഡോക്ടർമാരാണ്, എഞ്ചിനീയർമാരാണ്, വലിയ ഉദ്യോഗസ്ഥന്മാരാണ് 10 ദിവസം ലീവ് എടുത്ത് 1 ദിവസം മുടങ്ങാതെ സഞ്ചരിച്ചത്. ഈ മക്കൾ സമസ്തയുടെ കൂടെയുണ്ട്. അവർ ആഗ്രഹിക്കുന്നു, ഞങ്ങൾക്ക് തഹജ്ജുദ് നിസ്കരിക്കണം, ഞങ്ങൾക്ക് ഹദ്ദാദ് ചൊല്ലണം, ഞങ്ങൾക്ക് മൗലിദ് ഓതണം, നാരിയത്ത് സ്വലാത്ത് ചൊല്ലണം, ഞങ്ങൾക്ക് മുത്തുനബിയെ സ്വപ്നത്തിൽ കാണണം, ഞങ്ങൾക്ക് മുത്തുനബിയെ മരിക്കുന്ന സമയത്ത് കാണണം. കണ്ണിയത്ത് ഉസ്താദ് കണ്ടതുപോലെ, ബഹുമാനപ്പെട്ട ശൈഖുന മഹാനായ മേലാറ്റൂർ കുഞ്ഞാണി ഉസ്താദ് കണ്ടതുപോലെ, നമ്മുടെ മഹാന്മാരായ പല നേതാക്കളും കണ്ടതുപോലെ അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ഹുബ്ബ് വേണം. അവിടുത്തെ ശഫാഅത്ത് ലഭിക്കണം. ബദരീങ്ങളുടെ ആളുകളാവണം. മജ്ലിസുൻ നൂർ നടത്തണം. ഇതൊക്കെ മോഹിക്കുന്ന യുവതലമുറ, ദീൻ ആഗ്രഹിക്കുന്നവർ, മറ്റ് ഭൗതിക താല്പര്യമില്ലാത്തവർ സമസ്തയുടെ കൂടെ കൂടുന്നത് അതിനു വേണ്ടിയാ, ഭൗതികമായ ഒരു ലക്ഷ്യത്തിനു വേണ്ടിയല്ല. അവിടെ ആ വിഷയം. ഇവിടെ നമുക്ക് പറ്റിപ്പോയ അബദ്ധം എന്താണെന്നറിയോ? നമ്മളിങ്ങനെ ഓരോരുത്തർക്ക് അനുസരിച്ചല്ലേ ചിന്തിക്കുക. ചില ആളുകളുടെ ധാരണ ഇവിടെ ആകെ പ്രശ്നം ഇവിടെ ഈ ദുനിയാവാണ്. ഈ ദുനിയാവിലെ ചില പ്രശ്നങ്ങളാണ്. ഇവിടെ വിദ്യാഭ്യാസം വേണം, ഭൗതിക വിദ്യാഭ്യാസം മാത്രം. ഇവിടെ അധികാരം വേണം, പണം വേണം. ഇതല്ലേ ചില ആളുകളുടെ ചിന്താഗതി. അത് ഇല്ലാതാവുമ്പോഴല്ലേ അബദ്ധങ്ങളൊക്കെ സംഭവിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. ഭൗതികമായ മാത്രം ചിന്തകളായാൽ അപകടങ്ങൾ ഉണ്ടാവൂലേ? ഇപ്പൊ ഇന്നും ഇന്നലൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ച എന്താണ്? ഒരു ഇതര മതസ്ഥനായ ഒരു സഹോദരൻ ആത്മഹത്യ ചെയ്തു. അതിന്റെ പേരിലുള്ള കോലാഹലങ്ങളല്ലേ? ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട കാര്യം. എന്തേ കാരണം? ഈ ഉമ്മത്തിന് ദീനീ ബോധമില്ലാതെ പോയാൽ, ഈ ഉമ്മത്തിലെ പെൺകുട്ടികൾക്ക് ദീനിയായ അച്ചടക്കമില്ലാതെ പോയാൽ, അതിൽ നിന്ന് പെണ്ണിനെ വലിച്ചുവാരി അങ്ങാടിയിലേക്കിട്ട് ഡാൻസ് കളിപ്പിക്കാനും കൂത്താട്ടം നടത്താനും
സോഷ്യൽ മീഡിയയിൽ വൃത്തികേടോടെ ആറാടാനും അനുമതി കൊടുത്താൽ ഇതിനേക്കാൾ വലിയ അപകടം ആ മാറാപ്പ് പലരും പേറേണ്ടി വരും. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് എത്ര പിന്തിരിപ്പന്മാരെന്ന് പറഞ്ഞാലും, എത്ര യാഥാസ്ഥിതികർ എന്ന് മുദ്രകുത്തിയാലും, എത്ര പഴഞ്ചന്മാരെന്ന് ആക്ഷേപിച്ചാലും സമസ്ത നിലപാട് പറയുന്നത് സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും സ്ത്രീകൾ പൊതുരംഗത്തിറങ്ങുന്ന കാര്യത്തിലൊക്കെ സമസ്തക്കൊരു നിലപാടുണ്ടല്ലോ. അതിനർത്ഥം സ്ത്രീ വിദ്യാഭ്യാസത്തിന് എതിരാണെന്നാണ്? അല്ലല്ലോ. ഇതാ ഈ കഴിഞ്ഞ ദിവസമാണ് ഫാദില ബിരുദം നേടിയ ആയിരക്കണക്കിന് കുട്ടികൾക്ക് ബഹുമാനപ്പെട്ട സമസ്ത ബിരുദം നൽകിയത്, സനത് നൽകിയത്. സമസ്തയുടെ കീഴിൽ സനാഇയ ബിരുദധാരിണികളായ പണ്ഡിതകളാ വളർന്നു വരാൻ പോകുന്നത്. ഓരോ സ്ഥാപനങ്ങളിലൂടെ എത്രയെത്ര ആ 10,000കണക്കിന് ഹാഫിളത്തുകൾ, ആലിമത്തുകൾ, സമസ്തക്കാര്, സുന്നി സ്പിരിറ്റുള്ള പെൺകുട്ടികൾ. ഡിഗ്രി ഉണ്ട്, PG ഉണ്ട്, അവർക്ക് PhDക്ക് പോകാം, ഏത് വിദ്യാഭ്യാസത്തിലും ഉന്നതിയിലേക്കൊക്കെ പോകാം. സമസ്ത തടസ്സം നിൽക്കുന്നുണ്ടോ? പക്ഷേ വേഷത്തിലും സംസ്കാരത്തിലും അച്ചടക്കം കണിശമായി സമസ്ത പറയുന്നുണ്ട്. സ്ത്രീകൾ ജമാഅത്തിന് പള്ളിയിലേക്ക് പോകാൻ പാടില്ല, സമസ്ത പറയുന്നുണ്ട്. സ്ത്രീയുടെ പൊതുരംഗ പ്രവേശനത്തിന് മാനദണ്ഡങ്ങളുണ്ട്. ആണും പെണ്ണും ഇടകലരുന്നതിന് നിയമങ്ങളുണ്ട്. കണിശമായ ദീനിന്റെ നിയമങ്ങളാ, സമസ്തയുടെ നിയമമല്ല, മുത്തുനബിയുടെ നിയമങ്ങളാ, ഇമാമിങ്ങൾ പഠിപ്പിച്ച നിയമങ്ങളാ. അതിനപ്പുറം കണ്ടം ചാടിയാൽ ഈ വലിയ മാറാപ്പുകളൊക്കെ ഈ ഉമ്മത്ത് ഏറ്റെടുക്കേണ്ടി വരും. എന്ത് ലിബറലിസം എന്ന് പറഞ്ഞിട്ട് വെറുതെ വായ്ത്താരി നടത്തിയത് കൊണ്ടായില്ല. ഏറ്റവും അപകടകരമായ ലിബറലിസം മതത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ലിബറലിസമാണ്. മതത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന യുക്തിവാദങ്ങളാണ്. മതത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ അപകടങ്ങളാണ്, ആപത്തുകളാണ്. അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രതിരോധവുമായി മുന്നോട്ട് പോകുന്നത്. അതിവിടെ നിലനിൽക്കണമെന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ് പുതിയ തലമുറയിലെ വിദ്യാഭ്യാസമുള്ള മക്കൾ സയ്യിദുൽ ഉലമയുടെ കൂടെ നിൽക്കുന്നത്. സയ്യിദുൽ ഉലമയെ കാണുമ്പോ ഈ ആവേശവും ആദരവും നൽകുന്നത്, സമസ്തയുടെ മുശാവറയെ ബഹുമാനിക്കുന്നത്, ആദരിക്കുന്നത്. അവർക്കൊക്കെ ഒരു നിലപാടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കൊക്കെ ദീർഘായുസ്സിനെ പ്രദാനം ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ് മുക്ക ഉമർ ഫൈദി ഉസ്താദ് ഇവിടെ ഇങ്ങോട്ട് കടന്നു വരും. എന്തിനാണ് വെറുതെ ആ മനുഷ്യനൊക്കെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്? ഞങ്ങളൊക്കെ സയ്യിദുൽ ഉലമയെ, സമസ്തയുടെ മുശാവറ അംഗങ്ങളെ, മുക്ക ഉമർ ഫൈദി ഉസ്താദ് കേവലം മുശാവറ അംഗം മാത്രമല്ലല്ലോ, സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളല്ല. എന്തുകൊണ്ടാണ് ആദരിക്കുന്നത്? അവരെയൊക്കെ അടുത്തറിയുന്നത് കൊണ്ടാണ്, അവരുടെയൊക്കെ നിലപാട് അറിയുന്നത് കൊണ്ടാണ്. ഉസ്താദ് വരുന്നതിന് മുമ്പായതുകൊണ്ട് പറയാലോ, ഞാനൊരിക്കൽ ചേളാരിയിൽ ഒരു യോഗത്തിന് വേണ്ടി പോയി. ഉസ്താദ് നേരത്തെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഡോറ് തുറന്ന് കയറിയപ്പോ ഉസ്താദ് ഒറ്റക്കാണ്, വേറെ ആരുമില്ല. അപ്പൊ ഇരുന്ന് ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അടുത്ത ആരോ ഒരു ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു, ഉസ്താദ് ഫ്ലൈറ്റിൽ ഇപ്പൊ അടുത്തൊരു യാത്ര അന്തമാനിലേക്ക് പോകുമ്പോ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ നേതാക്കളുടെ രീതി. ഇതെന്തേ നിങ്ങൾ ആരും മനസ്സിലാക്കാതെ പോയത്? ഇബാദത്തിന്റെ കാര്യത്തിലും നിസ്കാരത്തിന്റെ കാര്യത്തിലും ആ കണിശത ഉള്ളത് കൊണ്ടാണ് ഒരു സ്റ്റേജിൽ വെച്ച് നിസ്കരിക്കേണ്ടതും. അപ്പൊ അതും ആക്ഷേപാക്കിയില്ലേ? സ്റ്റേജിൽ വെച്ചിട്ട് സയ്യിദുൽ ഉലമ നിസ്കരിച്ചിട്ടില്ലേ? സ്റ്റേജിൽ വെച്ചിട്ട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ നിസ്കരിച്ചിട്ടില്ലേ? അതേ വിഷയത്തിൽ അന്ന് തന്നെ ഈ പൗരത്വ വിഷയവുമായി, ഏക സിവിൽ കോഡുമായി ഒക്കെ ഉണ്ടായ സമരങ്ങളിൽ കോഴിക്കോട്ടെ കടപ്പുറത്ത് തന്നെ നിസ്കരിച്ചിട്ടില്ലേ? നമ്മൾ നിസ്കരിക്കാറില്ലേ? സ്റ്റേജിലും സമ്മേളന നഗരിയിലൊക്കെ നിസ്കാരത്തിന്റെ സമയം നിസ്കരിക്കട്ടെ. ചിലപ്പോ ബാക്കിയുള്ളവർ നിസ്കരിക്കുന്നില്ല എന്ന് കണ്ടാൽ നമ്മൾ നിസ്കരിക്കാതിരിക്കണോ? ആ കാര്യത്തിലൊക്കെ അവരെ കുറിച്ച് വ്യക്തിപരമായി അറിയാം. പട്ടിക്കാട് ജാമ്യയിൽ പഠിക്കുമ്പോ റാങ്ക് വാങ്ങിയ ആളാ. ശംസുൽ ഉലമയുടെ ഗുരുത്വവും പൊരുത്തവും നേടിയ ആളാ. ശംസുൽ ഉലമ വഫാത്താകുന്ന സമയത്ത് 96 റബീഉൽ ആഖിറിൽ കലിമ ചൊല്ലി ശംസുൽ ഉലമ മരിക്കുന്ന സമയത്ത് കൂടെയുള്ള ആളാണ് ബഹുമാനപ്പെട്ട മുക്ക ഉമർ ഫൈദി ഉസ്താദ്. പിന്നെ അവരുടെയൊക്കെ ചില കണിശമായ നിലപാടിന്റെ പേരിൽ പല ആളുകളും തെറ്റിദ്ധരിപ്പിച്ച് ഈ വ്യാജമായ ആരോപണങ്ങൾ നടത്തുമ്പോഴാണ് പ്രശ്നം. ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ ഹമീദ് ഫൈദി അമ്പലക്കടവിനെ പോലെ അവരൊക്കെ അല്ലേ നമുക്ക് നമ്മുടെ ഈ വഴി? അവരല്ലേ സത്യത്തിൽ പാണക്കാട് സാദാത്തുക്കളെ, എല്ലാ തങ്ങന്മാരെയും ഒക്കെ ഇത്രയേറെ ബഹുമാനിക്കാനോ ആദരിക്കാനോ ഒക്കെ നമ്മെ പഠിപ്പിച്ചത്? പിന്നെ നിരന്തരമായി ചാനലുകൾ ഇങ്ങനെ പറഞ്ഞ് പർവ്വതീകരിച്ചു. അത് പൊതുവെ കുറെ ആളുകൾ തെറ്റിദ്ധരിച്ചു. ഞങ്ങൾക്കൊക്കെ തമാശയെ പറയാറുണ്ട്, ഒരു ചർച്ച നടക്കുകയാണെങ്കിൽ ആദ്യം മീഡിയ വണ്ണ പറയാം, ജമാഅത്തുകാര് അതാ പോകുന്നു ലീഗ് വിരുദ്ധര്, ഇതാ വരുന്നു ലീഗ് അനുകൂലികൾ.
ഇതാരാ ഇങ്ങനെ ഈ പ്രചരണം കൊണ്ടുവന്നത്? ഈ ചാനലുകാരല്ലേ? ഇത് കേട്ട് വിശ്വസിക്കുന്ന ആളുകൾ അത് ശരിയാന്ന് വിചാരിക്കും, അത്രേ ഉള്ളൂ. ഇതിങ്ങനെ നിരന്തരം പറഞ്ഞു, അതാ പോകുന്നു, ഇതാ വരുന്നു, പാണക്കാട് വിരോധികള്, ഇതാ പാണക്കാട്ട് അനുകൂലികള്, ഇങ്ങനെ രണ്ടാക്കി വെറുതെ തമ്മിലടുപ്പിക്കുന്ന ഈ കുതന്ത്രകാരികളെയാണ് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ നേതാക്കളെ നമ്മൾ മനസ്സിലാക്കണം. സയ്യിദുൽ ഉലമ എന്ന നായകനെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ മനസ്സ് വേദനിപ്പിക്കുന്നത്? നിങ്ങൾ ഇങ്ങനെ കുത്തിനോവിക്കുന്നത്? സോഷ്യൽ മീഡിയകളിൽ, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, ഫേസ്ബുക്ക് പേജുകളിൽ എത്ര മോശമായിട്ടാണ് തങ്ങൾ ഉസ്താദിനെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിന്റെ പേരിൽ? സമസ്തയുടെ പ്രസിഡന്റ് ആയതിന്റെ പേരിലോ? സയ്യിദുൽ ഉലമ എന്ന് ജനങ്ങളും മഹാപണ്ഡിതന്മാരും വിളിക്കുന്നതിന്റെ പേരിലോ? എന്താണ് നിങ്ങൾക്ക് വേദന? തങ്ങൾ ഉസ്താദ് ചില നിലപാട് സ്വീകരിക്കുന്നതിന്റെ പേരിലോ? നമുക്ക് ഓർമ്മയുണ്ട്, വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് സമരം നടക്കുമ്പോ തങ്ങൾ ഉസ്താദ് ഒരു കാര്യം പറഞ്ഞു. എന്തേ പറഞ്ഞത്? പള്ളികളിൽ സമരം വേണ്ട. അത് പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നു കേരളത്തിന്റെ അവസ്ഥ? അന്നത്തെ വിഷയം എന്താണ്? കേരള ഗവൺമെന്റ് വഖഫ് ബോർഡിൽ ആകെ ഇത് ചില ആളുകളൊക്കെ പർവ്വതീകരിച്ച് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന വഖഫ് ബില്ല് ഭീകരമായ നിയമമാണ്. അതിന്റെ 1% പോലും ബേജാറാവേണ്ട കാര്യമല്ല അന്നത്തെ വിഷയം. കാരണം അന്നത്തെ വിഷയം ഒരു വഖഫ് സ്ഥാപനത്തെയും ബാധിക്കുന്ന വിഷയമല്ല. അന്നത്തെ വഖഫ് വിഷയം ഒരു പള്ളിയെ, ഒരു മദ്രസയെ ബാധിക്കുന്ന വിഷയമല്ല. പിന്നെ എന്തുള്ളൂ? വഖഫ് ബോർഡിന്റെ ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ഒരു 120 ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഒരു ജോലിയും ശമ്പളവും അതുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമേ ഉള്ളൂ. ആ ജോലിക്കാരെ നിയമിക്കുന്നത് PSC മുഖേന ആവണം എന്ന് ഗവൺമെന്റ് പറഞ്ഞു. എല്ലാ മുസ്ലിം സംഘടനകളും മുത്തഫഖുൻ അലൈഹി ആയിട്ട് പറഞ്ഞു PSC കൂടാൻ പാടില്ല. സമസ്തയും പറഞ്ഞു, സയ്യിദുൽ ഉലമയും അതാ പറഞ്ഞത്. പിന്നെ ആ വിഷയത്തിൽ നമുക്ക് സെമിനാർ നടത്താം, കോഴിക്കോട്ട് ടൗൺ ഹാളിൽ യോഗം നടത്താം, എല്ലാ മുസ്ലിം സംഘടനകളും ഒന്നിച്ച് നിവേദനം കൊടുക്കാം, എന്തും നടത്താം. പക്ഷെ തങ്ങൾ ഉസ്താദിന് പള്ളിയിൽ സമരം വേണ്ട. കാരണം പള്ളിയിൽ പല ആളുകളുണ്ടാവും. കാരണം അത് പല മഹല്ലുകളിൽ നിന്നും അതിന്റെ റിപ്പോർട്ട് സമസ്തക്ക് കിട്ടി. ആ വിഷയം പള്ളിയിൽ പറഞ്ഞാൽ അവിടെ അടിപിടി ഉണ്ടാകും. പല പാർട്ടിക്കാരില്ലേ, ഭരണപക്ഷത്തെ അനുകൂലിക്കുന്നവരുണ്ടാകും, പ്രതികൂലിക്കുന്നവരുണ്ടാകും. അപ്പൊ അവിടെ ആ വിഷയം പറഞ്ഞാൽ ചിലപ്പോൾ അവരെ എതിർത്താൽ പള്ളിയിൽ അടിപിടി ഉണ്ടാവും. ഇത് മാത്രം ഭയപ്പെട്ടുകൊണ്ടാണ് തങ്ങൾ ഉസ്താദ് പള്ളിയിൽ പറയരുത് എന്ന് പറഞ്ഞത്. അല്ലാതെ PSCക്ക് വിടണമെന്ന് പറയാനല്ല. മുഖ്യമന്ത്രി പറഞ്ഞില്ലേ, മതസംഘടനകളുടെ അഭ്യർത്ഥന മാനിച്ചിട്ടാണ് പിന്നെ ആ നിയമം പിൻവലിച്ചത് എന്ന് പിന്നീട് പറയുകയും ചെയ്തില്ലേ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇടപെടുന്നു എന്നതിന്റെ പേരിൽ അതിനാണോ? പിന്നെ തങ്ങൾ ഉസ്താദ് നമുക്ക് വേണ്ടി പല കാര്യത്തിലും ഇടപെട്ടു. കോവിഡ് കാലത്ത് മുസ്ലിങ്ങളുടെ ജനാദ സംസ്കരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ ആവശ്യം ഇന്നതാണ്. ഒരു നിവേദക സംഘത്തെ തിരുവനന്തപുരത്തേക്ക് പറഞ്ഞയച്ച് ഞങ്ങളുടെ ആവശ്യം രേഖാമൂലം കൊടുത്തു. അതേപോലെ കോവിഡ് കാലത്ത് ജുമുഅ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് 40 ആളുകൾക്ക് അനുമതി കിട്ടിയപ്പോൾ ജുമുഅക്ക് അനുമതി വേണം സയ്യിദുൽ ഉലമ ആവശ്യപ്പെട്ടു. പലതും അനുഭാവപൂർവ്വം ഗവൺമെന്റ് പരിഗണിച്ചു. സമസ്ത പറഞ്ഞപ്പോ അത് UDFും LDFും ഏത് ഗവൺമെന്റ് അംഗീകരിക്കാറുണ്ടല്ലോ. അത് പറഞ്ഞതാണോ വിഷയം? സയ്യിദുൽ ഉലമ മന്ത്രിമാരെ വിളിക്കാൻ പാടില്ല, സമസ്ത തിരുവനന്തപുരത്തേക്ക് പോകാൻ പാടില്ല, മന്ത്രിമന്ദിരങ്ങളിൽ, MLA ക്വാർട്ടേഴ്സിൽ അല്ലെങ്കിൽ നിയമസഭയിൽ, സെക്രട്ടേറിയറ്റിൽ തലയെക്കെട്ടുള്ള ആളുകളെ കാണാൻ പാടില്ല. ഇതൊക്കെ ചില ആളുകളെ പരാതി. അവിടെ തലയെക്കെട്ടുകാരെ കണ്ടു, അതൊക്കെ ചില ആളുകളെ പരാതി. ഇത് സ്വാഭാവികമായി കാലം മാറുമ്പോൾ ഒക്കെ നടക്കൂലേ? സമസ്തക്ക് ഒരു പത്രം വന്നു, ജനങ്ങൾ അത് ഏറ്റെടുത്തു. അപ്പൊ സമസ്തക്ക് പത്രം ഉണ്ടാവാൻ പാടില്ല,